നാട്ടില് മാറി നിൽക്കുന്നവർക്കായിട്ട് നമ്മുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. അതൊടുന്നില്ല. കിതക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട സ്റ്റെപ്പ് മൊത്തം നിങ്ങൾ ചെസ്കി കുർലോവ തത്തോ പുത്തോ നടക്കുന്നത്. ചെറിയ സ്ഥലമേ ഉള്ളൂ. ഈ റോട്ടിൽ കൂടെ വരുന്നതിന് പകരം ആ സ്റ്റെപ്പ് മൊത്തം എന്നെ കൊണ്ട് ഈ സ്ട്രോളർ വെച്ച്. ചെക്ക് റിപ്പബ്ലിക്കിൽ പുല്ല് പറിക്കാൻ ആളില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. ബിൽഡിങ്സിൽ ആരൊക്കെയോ കുത്തി വരച്ച കുറെ പാടുകൾ. അവന്റെ കൂടെ പഠിച്ച ആരെയോ പരിചയം കണ്ട പോലെയാണ് അവന്റെ കാട്ട്. റൗഡി തന്നെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്നേക്കാണ്. നമ്മൾ തന്നെ സ്ക്വീസ് ചെയ്തിട്ടുള്ള ഫ്രഷ് ജ്യൂസസ് ആണ് നമ്മൾ എടുക്കുന്നത്. കോൺഫ്ലെക്സ്, ചോക്കോസ്, അങ്ങനെ കുറേ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട്. വി ഹാവ് ആൻ ഓംലെറ്റ് സ്റ്റേഷൻ. നമ്മൾ പറയുന്ന ഓംലെറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്ത് തരും. ഇവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിരിപ്പുണ്ട്. അതൊടുന്നില്ല. ഈ ടേബിളിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കും വേണം, അതാണ് കാര്യം. മസാല ഓംലെറ്റ് ബട്ട് അവരുടെ മേക്കിംഗ് ആണ് കേട്ടോ. മേക്കിങ്ങിൽ മസാലാസ് നമ്മൾ പറയുന്ന ഇന്ത്യൻ മസാല അല്ല. പിന്നെ ഇതിൽ അവിടുത്തെ ഡെസേർട്ട്സ് തന്നെയാണ്. എല്ലാവരും എടുത്ത് പെട്ടെന്ന് ഇരുന്നത് റാസ്ബെറിയുടെ ഡാനിഷും ആപ്പിൾ ഡാനിഷും. അപ്പോൾ ആൾക്കും കഴിക്കാൻ കൊടുത്തിട്ട് നിങ്ങളും കഴിക്കട്ടെ. കൊള്ളാം. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള സോസേജ് അല്ല, കുറച്ച് ഹാർഡാണ്. നമ്മളൊരു ഇംഗ്ലീഷ് കൺട്രി വന്നിട്ട് പക്ക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഇസാൻ ബിസിയാണ്, വിളിക്കണ്ട. തന്നെ കഴിക്കുന്ന ബിഗ് പോയിന്. ഇത് നമ്മള് ഫ്രഷ് ആയിട്ട് പുളിപ്പുണ്ടോ? നല്ല മധുര. ഗുഡ് മോർണിംഗ്. അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള എങ്ങോട്ടാ പോകുന്നത്? ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇസാനും എന്തൊക്കെയോ കഴിച്ചു രാവിലെ. ഉറക്കം വരുന്നുണ്ട്. അവന്റെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3.5 hours ഉണ്ട് ഡ്രൈവ്. ഇനി അവിടെ എത്തിയിട്ട് നമ്മളൊരു സൈറ്റ് സീയിങ് കാണാം. അപ്പോഴേക്ക് ലഞ്ച് ടൈം ആകും. ഇന്ന് നല്ലൊരു സണ്ണി ഡേ. ഇവിടെ ഒരാള് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലോണും നടക്കാനുള്ള സ്പേസ് ആയതുകൊണ്ട് അമ്മക്ക് പൂവറക്കിലാണ് പണി. ഇതുപോലെയൊക്കെ വീഴും, നമ്മൾ എടുക്കാനേ പോകരുത്. പക്ഷെ കെയർഫുൾ ആയിരിക്കും. ഇപ്പൊ ആള് നടക്കുന്നത് കൊണ്ട് ഡേഞ്ചർ ആണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടായി. ഇനി നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പോവാണ്. വീണ്ടും വിടുവാണ്. ചെക്ക് റിപ്പബ്ലിക്കില് ചെസ്കി ക്രുംലോവ് എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. പ്ലേസിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ക്യാസിലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ വരുന്ന ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു മെയിൻ സ്പോട്ടാണ് കാണേണ്ടത്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു 3.5 അപ്രോക്സിമേറ്റ്ലി 4 hours ഉണ്ടാവും അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ലൊരു സണ്ണി ഡേ. ചൂടില്ല, പക്ഷെ നല്ലൊരു വെതർ, ഒരു കോസി വെതർ അല്ലേ. ഇനിയിപ്പം ചെക്ക് റിപ്പബ്ലിക് വെച്ച് കാണാം. അതെ, ചെസ്കി ക്രുംലോ വെച്ച് കാണാം. നമ്മുടെ ഈ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ഈ ട്രക്സിന്റെയും കാറിന്റെയും ഒക്കെ ടോയ്സിലൊക്കെ ഉള്ളതുപോലത്തെ ട്രക്സ് ഒക്കെയാണ് ഇവിടെ റോട്ടിൽ കൂടെ ഓടുന്നത്. അടിപൊളി രസമാണ്, കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ എൻ്റർ ആയിരിക്കുകയാണ്. ഇന്നിപ്പം പോകുന്ന ചെക്ക് റിപ്പബ്ലിക്കൂടെയാണ്. ഭയങ്കര രസം സ്ഥലങ്ങൾ കാണാൻ തന്നെ.
ഹലോ ഗായ്സ്, ചെക്ക് റിപ്പബ്ലിക് എൻട്രി ആയി. ചെക്ക് റിപ്പബ്ലിക്കിലെ ചെസ്കി ക്രുംലോ എന്ന് പറയുന്ന ഫസ്റ്റ് ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വേൾഡ് ഹെറിറ്റേജ് സെന്ററിന്റെ അണ്ടറിൽ വരുന്ന ഒരു ലൊക്കേഷനാണ്. അത്രയ്ക്ക് എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും മെയിൻ സ്പോട്ടാണ് ഇതെന്ന് അവർ പറഞ്ഞു. ഇത് ഒരുപാട് വാക്ക് ചെയ്യാനുണ്ട് മുകളിലോട്ട്. അത് സ്ട്രോളർ ഒന്നും പോകത്തില്ല. ഒത്തിരി സ്റ്റെപ്സ് ആണ്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ഞാൻ കാണിച്ചുതരാവേ. ഈ പുറകിൽ കാണുന്ന ഈ ഐറ്റം ആണ് സംഭവം. ഇത് കണ്ടോ, ഈ റിവർ കാണുമ്പം ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇവരുടെ ലോങ്സ്റ്റ് റിവറിന്റെ ഒരു പാർട്ടാണിത്. ഞങ്ങളിത് സ്വിമ്മിംഗ് പൂളാന്ന് പറഞ്ഞ് ഇവിടെ ഒരാളെ നിർത്തിയത്. അതുകൊണ്ട് ഇയാൾക്ക് ഇറങ്ങണം ഇപ്പൊ. നമ്മളിവിടെ സ്ട്രോളർ ഇട്ടിട്ട് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. വലിയ ബിൽഡിംഗ് ഒക്കെ അതിന്റെ പാർട്ടാണ്. ഈ ഒരു ബിൽഡിംഗ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അകത്ത് കയറിയാലാണ് എന്താണ് ഇവർ ഇത്രയും കാര്യമായിട്ട് പോകണം എന്ന് പറയുന്നതിന്റെ റീസൺ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഇവിടുത്തെ ഫോറിനേഴ്സ്, അതായത് ഇവിടെ താമസിക്കുന്നവരുടെ വീട് കണ്ടത്. ചെറിയ സ്ഥലമേ ഉള്ളൂ. നമ്മുടെ അവിടെ ഒരു 5 സെന്റ് 3 സെന്റ് എന്നൊക്കെ പറയാം, അതി കൂടുതലില്ല. ഭയങ്കര ഭംഗിയാണ്. നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ. ഒരു ബാക്ക് യാർഡ്, പിന്നെ ഒരു മെക്കാനിക്കിന്റെ സ്പേസ്, അല്ല കുറെ സ്പാനർ, അത് ഇത്. എരിഷ്ക കിതക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട സ്റ്റെപ്പ് മൊത്തം ഈ സ്ട്രോളറും പൊക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. അത് ഇവിടെയുള്ള സായിപ്പന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇനി ഇത് ഉണ്ടണം. ഈ റോഡ് കണ്ടോ, ഈ റോഡ് താഴേന്ന് വരുന്നുണ്ടായിരുന്നു. ഈ റോഡിൽ കൂടെ വരുന്നതിന് പകരം ആ സ്റ്റെപ്പ് മൊത്തം എന്നെ കൊണ്ട് ഈ സ്ട്രോളർ വെച്ച് ജർമ്മനിക്കാരോട് ചോദിച്ചതാ, റോഡുണ്ടോ റോഡുണ്ടോ, തീ സ്റ്റെപ്പ് അവിടെ എല്ലാം കേട്ടിട്ട് സാരില്ല. നമ്മളങ്ങനെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ, നിങ്ങളെ ഇത് മൊത്തവും കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ചില്ലറ ഒരു സംഭവമല്ല കേട്ടോ ഇത്. ഇതൊരു കാസിലാണ്. ഒരുപാട് ഏരിയയിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കാസിലിൻ്റെ മാപ്പാണ്. നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് ഗേറ്റ് ആട്ടോ. നമ്മൾ എൻട്രൻസ് കയറിയിട്ട് അവിടെ എല്ലാവരും ആ ഒരു സ്മോൾ ഡോറിൽ കൂടെ പോകുന്നുണ്ട്. കുറേ മോണുമെന്റ്സ് ഉണ്ട്. ഈ ബിൽഡിംഗ് ആണ് ഗൈഡ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ മെമ്മറീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇങ്ങനെ ലോങ് ആയിട്ടാണ് അതിങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത്. നിങ്ങൾ ചെസ്കി കുർലോവ കഴിഞ്ഞിറങ്ങി. പിന്നെ അവിടെ പ്രത്യേകിച്ച് കാണാനൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ, പിന്നെ ഒരു നല്ലൊരു വ്യൂ. നിങ്ങളെ കാണിച്ച ആ ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അതിനകത്ത്. പിന്നെ പഴയ ആർക്കിടെക്ചർ, ആ വ്യൂ കാണാനൊന്ന് പോകുന്നത് നല്ലത്. അതിന്റെ താഴെ ഫുള്ള് കഫേസ് ആണ്, പല ടൈപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കഫേസ്. പിന്നെ കുഞ്ഞു മാർക്കറ്റ് എടുത്തത് റെക്കോർഡ് ആയിട്ടില്ല. ഇതാണ് എന്റെ ഇത്. അവന ഓരോ സാധനം അവിടെ കൊണ്ടുപോയിടും. ഒറ്റ ഷൂസ്, ഞങ്ങൾക്ക് ഒരു ഷൂസ് ഒരു സോക്സ് മതി. ഇപ്പളാ കണ്ടേ, ഒരു ഷൂസും ഒരു സോക്സ്. പുല്ലുപറിയാണ് മെയിൻ. ചെക്ക് റിപ്പബ്ലിക്കിൽ പുല്ല് പറിക്കാൻ ആളില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. പിന്നെ നമ്മൾ പ്രാഗിലേക്ക് പോകും. പ്രാഗിൽ പോയിട്ട് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വാക്കിന് പോകുമ്പോൾ ബാക്കി വിഷ്വൽസ് അവിടെ. ഡാഡി മോനുമായിട്ടുള്ള ഐ ലവ് യു നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇസാന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇസാൻ കൂർക്കൊക്കെ കഴിച്ചു. ഞങ്ങളവിടെ ഇവിടുത്തെ ഗാർഡനിലിരുന്ന് കൂർക്കൊക്കെ കഴിച്ചു. വരുന്ന വഴിക്ക് ഗൈഡ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചെക്ക് റിപ്പബ്ലിക്കിനെ പറ്റിയിട്ട്. ഇവിടെ ഒരു ബൊഹോമിയൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് മെയിൻലി നമ്മൾ വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ
ട്രാക്ടേഴ്സ് അങ്ങനെ ഈ മൈൻ ചെയ്യുന്ന പോലത്തെ കാറുകൾ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ക്രിസ്റ്റൽ കൾട്ടിവേഷനാണ് ഇവിടുത്തെ മെയിൻ. അതുപോലെ നമ്മുടെ സ്വരോസ്കി സ്റ്റോൺസ് ഓവർ 100 years ആയി ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഇവരാണ്, അതായത് ചെക്ക് റിപ്പബ്ലിക്കിലെ ആൾക്കാരാണ്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്, ലൈക്ക് ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട്, അതായിരുന്നു. പിന്നെ ഒരു 1944 ചെക്കോസ്ലോവാക്യയുടെ ചെക്ക് എന്ന ആ ഒരു വേർഡ് റഷ്യൻസ് എന്തെടുത്തു, കാരണം ഇവർക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ലോവാക്കി ഒരു വേറെ പ്ലേസും ചെക്ക് റിപ്പബ്ലിക് ആയി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ താഴേക്കൂടെ ഒഴുകുന്നതെന്ന് പറയുന്നത് വാൾട്ടാവ റിവറാണ്. ഇതിപ്പം ചെറുതാണ്, കണ്ട ഒരു തോടിന്റെ സൈസേ ഉള്ളൂ. പക്ഷെ ഇനി നമ്മൾ പ്രാഗിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ സെയിം റിവർ അടിപൊളിയായിട്ട് വലിയൊരു റിവറായിട്ട് മാറുന്നതാണ്. നമ്മൾ റോട്ടിൽ കൂടെ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്കോഡ കാറുകൾ കാണാൻ പറ്റും. സ്കോഡ തന്നെ ഇപ്പോൾ ഈ പോകുന്നുണ്ടല്ലോ, ഇപ്പം എന്നെ പാസ് ചെയ്ത് പോകുന്ന കാറൊക്കെ സ്കോഡയുടെ കാറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് സ്കോഡയുടെ മാനുഫാക്ചറേഴ്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്കോഡയുടെ കാറാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവർ എൻജോയിങ് ആണ്. ഏതോ ഒരു ബേബീനെ കണ്ടിട്ട് ആ ബേബിയുടെ പുറകെ പോവാണ്. ഈ നടക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഇത് നമ്മളിപ്പം വീഴും തത്തോ പുത്തോ എന്നാണ് നടക്കുന്നത്. ഇപ്പോൾ വീഴുവോ. അപ്പം നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കാറിലേക്ക് പോകേണ്ട ടൈമായി. ഫാത്തിമ അവർ വന്ന് നമുക്ക് പോയാലോ? ഒരു നൈറ്റ് ഷോപ്പിങ്ങിനൊക്കെ, സിറ്റി വാക്ക്, നൈറ്റ് ഷോപ്പിങ്. ഇവിടുത്തെ കോളൊക്കെ എല്ലാം വേറെ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ, ഇന്ത്യൻ ടേസ്റ്റ് ആയിരിക്കത്തില്ല. പവർ ഡ്രിങ്ക് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്പ്രൈറ്റ് അല്ല, എന്തൊരു പവർ ഡ്രിങ്ക്, പക്ഷെ തണുപ്പോടെ തന്നെ കുടിക്കണം. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ പ്രാഗ് എത്തി. ഇപ്പം 8 മണിയുടെ സൺലൈറ്റ് കാണിച്ചാണ്. ഇതാണ് ഇവിടുത്തെ 8 മണിയുടെ വെട്ടം. പ്രാഗില് ഇന്ന് ഹർത്താൽ പോലെ ഒരാളില്ല. കുറേ ബിൽഡിങ്സിൽ ആരൊക്കെയോ കുത്തി വരച്ച കുറേ പാടുകൾ. പിന്നെ ഇതുപോലെ ഇവിടെ ചിലർ നല്ല കുട്ടിയൊക്കെ ആയിട്ട് സ്ട്രോളറിൽ ഇരിക്കുന്നുണ്ട്. ഫോക്കസ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഇതുപോലെ എണീറ്റ് വരുമല്ലോ. അവന്റെ കൂടെ പഠിച്ച ആരെയോ പരിചയം കണ്ട പോലെയാണ് അവന്റെ കാട്ടുകാർ. നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുക. ഇതാണ് നമ്മൾ സ്മാർട്ട് ബേബി ഇസാൻ സ്ട്രോളറിലൊക്കെ നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ സുൽത്താൻ ബത്തേരിക്കാരായതുകൊണ്ട് മാനേജബിൾ ആണ്. പക്ഷെ ബാക്കി ഇവിടെ ഉള്ള സിറ്റിസൺസ് വരെ ജാക്കറ്റ്സ് ഒക്കെ. ഇവിടെ ഇങ്ങനെയാണോ സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനില്ല. ഇന്ന് ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഇവർക്കൊക്കെ കൂട്ടിക്കയറാൻ ടൈമായോന്നും അറിയത്തില്ല. നാട്ടില് മാറി നിൽക്കുന്നവർക്കായിട്ട് നമ്മുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. നമ്മളത് റൂമിൽ ചെന്നിട്ട് വേണ്ടാന്ന് കാണിച്ചു. ഇതാണ് പ്രാഗ്. നമ്മൾ പോകുന്ന റെസ്റ്റോറൻ്റ് ആണ് കോംഫി, ഏഷ്യൻ കംഫോർട്ട് ഫുഡ്. നമ്മൾ കോംഫി വേണ്ടെന്ന് വെച്ചിട്ട് നെജൻ ബെസ്ട്രോ, ഇതാണ് ആ ഏരിയ, ദ സെൻറ്റർ ഓഫ് പ്രാഗ്. നമ്മളൊരു ജസ്റ്റ് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഒരു ചെറി ബ്ലോസം ലെമണേഡ്. ഇവിടെ നോൺ ആൽക്കഹോളിക് ആയിട്ട് ഈ ഒരു സംഭവമൊക്കെ ഉള്ളൂ. വേറെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണ് കൂടുതലും. അതുകൊണ്ട് നമ്മൾ ലെമണേഡിൽ ഒതുക്കി. കുടിച്ചു നോക്കട്ടെ? കുടിച്ചു നോക്കട്ടെ? അവന് പിടിച്ചു കൊടുക്കണം. കുടിച്ചു നോക്കി.
എക്സൈറ്റ്മെന്റിലാ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചോണ്ട് അടിപൊളി ബിസ്ട്രോ. റേറ്റിംഗ് കണ്ടാൽ നമ്മളും കയറിയത് റേറ്റിങ്ങിന് ഫുൾ കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ടുണ്ട്. നമ്മളത് കഴിക്കട്ടെ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടെ ടൈമിംഗ് നേരത്തെ തന്നെ ക്ലോസിങ് ആയതുകൊണ്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ ടൈമായി. അപ്പം നമുക്ക് പോകണം. ഡ്രൈവർ വിളിച്ച് നമുക്ക് എത്തണം എന്ന് പറഞ്ഞു. ഈ സ്ട്രീറ്റിൻ്റെ അപ്പുറത്താണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റൂം എവിടെയാ ഹോട്ടൽ എവിടെയാന്ന് അറിയില്ല. ഇവിടെ പ്രായത്തിലൊന്നും ആരെയും കാണുന്നില്ല. കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഇവരെവിടെ പോയോ എന്തോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ ഹൈറ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ പ്രാഗിലെ ഹോട്ടലായിട്ടുള്ള പനോരമ ഹോട്ടൽ കാണിച്ചിരാവേ. കുറച്ച് നമ്മുടെ 9th ഫ്ലോറിലാണ് നമ്മുടെ റൂം. കുറച്ച് സിറ്റി വ്യൂ ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ 9th ഫ്ലോറിൽ ചോദിച്ചെടുത്തതാണ്. ഇവിടെ നമ്മുടെ ഹോട്ടലിന്റെ ഏരിയ ഒരു സിറ്റി ആണ് കേട്ടോ. അതെ, കുറെ അടുത്തടുത്ത റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയ സ്പോട്ട് പോലെ അല്ല. നല്ല തണുപ്പുണ്ട്. അപ്പൊ നല്ല തണുത്ത കാറ്റടിക്കുന്നത്. അപ്പൊ നമുക്ക് അത് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതോ പോകുന്നുണ്ടോ? അതോ പോകുന്നു. റൂം കീ ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. അയ്യോ, ഈ പുള്ളിക്കാരനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. ബുജു, എന്ത് പറ്റി? അമ്മായിക്കൊരു ഫ്ലവർ പറിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് റൂമിൽ കയറാം. ഇവിടെയുണ്ടൊരു ബേബി ബാസനറ്റ്. പ്രയോറിറ്റി. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അവിടെ ഒരു ബേബിയുടെ ബെഡ്റൂം ഉണ്ട്. അല്ല, ബേബി ബെഡ്. നമുക്ക് അവിടെ ലൈറ്റ്സ് ഒക്കെ കണ്ട. ഇത് നമ്മൾ 3 പേർക്കുള്ള സ്ഥലം. നാട്ടില് മാറി നിൽക്കുന്നവർക്കായിട്ട് നമ്മുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. അതിനല്ലേ നമ്മുടെ ടേസ്റ്റി നിപ്പിൾസ്. ദേ ഇങ്ങനെ എടുക്കുക, പൊട്ടിക്കുക, ചൂടാക്കുക, കഴിക്കുക. നല്ല തിളച്ച വെള്ളത്തിൽ ഇതിട്ടിട്ട് ഒരു 3 to 5 minutes വെയിറ്റ് ചെയ്യുക. പിന്നെ ടേസ്റ്റി നിബിൾസിനെ പറയുവാണെങ്കിൽ ഇതിൽ ജാപ്പനീസ് റീറ്റാർഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. 18 months ഷെൽഫ് ലൈഫും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? വെറുതെ പറയല്ലേ കേട്ടോ. നിങ്ങൾ മേടിച്ചു വെക്കാം. നമ്മൾ തന്നെ അരി വെച്ചുണ്ടാക്കി നമ്മൾ തന്നെ കറി വെച്ച് കഴിച്ചതുപോലുണ്ട്. പാക്ഡ് ഫുഡൊന്നും പറയത്തേ ഇല്ല. ഹോംലി ഫുഡ്. ട്രസ്റ്റ് മീ, മേടിച്ച് നോക്കിയോ നിരാശപ്പെടില്ല. നമ്മൾ പ്രാഗില് റൂമില് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രാഗിന്റെ നാളത്തെ ഐറ്റിനറിയും ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുന്നുള്ള വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അൻഷാദ് ഖാൻ. ഇറ്റ്സ് മീ ഫാത്തിമ അൻഷാദ് സൈനിങ് ഓഫ്. ബൈ.